ഹായ്, ഞാൻ ദാ വീണ്ടും വന്നു. ഇന്ന് ഒരു കടലക്കറി ഉണ്ടാക്കാൻ പോണേ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്, കറിവേപ്പിലയും തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ കേട്ടോ. നമ്മൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ക്വാണ്ടിറ്റിയിൽ വേണം തേങ്ങ ഇടാൻ. നന്നായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ വറക്കണ പോലെ അങ്ങനെ വറക്കണ്ട. ആ ഒരു തേങ്ങയുടെ ഒരു സ്മെല്ല് പോയി കിട്ടിയാൽ മതി. നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ ഇതിൽ ഞാൻ മസാലപ്പൊടികളായിട്ട് ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചേർക്കുന്നത് മീറ്റ് മസാല. ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ മീറ്റ് മസാലയാണ് ഇടാറ്. എനിക്ക് ചിക്കൻ മസാലയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഏത് ബ്രാൻഡാണെങ്കിലും എനിക്ക് മീറ്റ് മസാല ഇഷ്ടം. ഞാനത് പൊടി ഇട്ട പാടെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കേട്ടോ. നമ്മൾ വിറകടുപ്പിലായതുകൊണ്ടേ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ പാത്രം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട്ടിൽ തന്നെ നമ്മൾ താഴേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ ചൂട്ടിൽ തന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായിക്കോളും. കണ്ടോ? എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ച് വരാം. ഇതിപ്പോൾ ഞാൻ കടല പിന്നെ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ സ്കൂള് ഇലക്ഷൻ്റെ ബൂത്താണ്. അപ്പോൾ അത് കാരണം ഇന്നും നാളെയും സ്കൂളില്ല. ബൂത്തായത് കാരണം അവന് സ്കൂളില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അരപ്പൊക്കെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. നല്ല ലൂസ് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് എടുക്കുക. അല്ലച്ചാൽ ഇച്ചിരി കുറുകിയിട്ട് മതിയെങ്കിൽ കുറുകിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കിത്തിരി രാത്രിയിലത്തേക്കും കൂടെ വേണം. അപ്പോൾ കുറച്ച് കൂട്ടി വെച്ചു. 2 നേരം കൂടെ വയ്ക്കാൻ വയ്യ, അതുകൊണ്ടാണ് മടിയാണ്. ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ്. ചില സമയത്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ വറുത്ത് കൊട്ടാൻ പോവാണ്. കടുകും ഒരു നുള്ള് ജീരകം ഇട്ട് ചെറിയ ഉള്ളി ചതച്ചിട്ടിരിക്കുകയാണ്. നന്നായി ചതച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് നന്നായി ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ട പോലത്തെ മസാലപ്പൊടികൾ തന്നെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയല്ല സോറി മീറ്റ് മസാല, അത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് കൊട്ടാം. അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ആവുകയൊക്കെ ചെയ്യും. നമ്മൾ കടല വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവും. ഇന്ന് ഞാൻ പുട്ടാണ് കേട്ടോ. ക്യാരറ്റ് പുട്ടൊക്കെയാണ്. കോറയാണ് കേട്ടോ. കോറ റാഗിയില്ലേ, അതും ഓട്സും പിന്നെ ഗോതമ്പും, ഇത് 3 കൂടിയിട്ടാണ്. അപ്പം ഞാനത് റാഗി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ അരച്ചെടുത്തു. പിന്നെ ഓട്സും അതും പൊടിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ.